അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി വളരെ ചിന്തിക്കണം. ഹബീബ് പറഞ്ഞു, ഫയഗ്സു ഫിആമും മിനന്നാസ്, ഒരു വിഭാഗം ആളുകൾ യുദ്ധത്തിന് പോകും, യുദ്ധത്തിൽ അവർക്ക് വിഷമം നേരിടും. ഫയുഖാലു, അപ്പോൾ വിളിച്ചു ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കും. ഫയുഖാൽ നഅം, ഒരാളുണ്ട് എന്ന് പറയും. ഫയുഫ്തഹു ബിഹി, അങ്ങനെ ആ ആളെ കൊണ്ട് അവർക്ക് വിജയം ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും യുദ്ധത്തിന് പോകും. ഞാൻ ഇവിടുന്ന് പോയിട്ട് പിന്നെ യുദ്ധത്തിന് പോകും. യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും. അപ്പൊ ചോദിക്കും, ഇവിടെ ആരെങ്കിലും അള്ളാഹു റസൂലിനെ കണ്ടവരുണ്ടോ? അള്ളാഹു റസൂലിനെ കാണൽ തന്നെ ദീനിന്റെ ഒരു അസ്ലി ബറക്കത്താണ്. അങ്ങനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറയും. അപ്പൊ ആ ആളെ മുന്നിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവർക്ക് യുദ്ധത്തിൽ വിജയമുണ്ടാവും. ഒന്ന്, ഫയഗ്സു ഫിആമും മിനന്നാസ്, പിന്നെ ഒരു കാലം വരും, അന്ന് അവർ യുദ്ധത്തിന് പോകും. അപ്പോൾ വിളിച്ച് ചോദിക്കപ്പെടും, യുദ്ധത്തിൽ വിഷമമുണ്ടാകുമ്പോൾ വിളിച്ച് ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഫയുഖാലു ലാ, റസൂലിനെ കണ്ട ആരുമില്ല എന്ന് പറയപ്പെടും. അപ്പൊ പിന്നെ ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ടോ? അപ്പൊ ആ ആളെ കൊണ്ട് വിജയം. ബുഖാരി, അർത്ഥം എന്ന് വെച്ചോ, എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇസ്ലാം ഇതാണ്. പിന്നെ കുറെ കാലം കഴിയും, യുദ്ധത്തിന് പോകും. യുദ്ധത്തിന് പോകുമ്പോ വിഷമമുണ്ടാകും. അപ്പോൾ വിഷമത്തിൽ ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഫയുഖാലു ലാ, പരിശോധിച്ചില്ല. അപ്പൊ ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ടോ? ഫയുഖാലു ലാ, ഔല്ല. സ്വഹീഹുൽ ബുഖാരി ബാബു ഫളായിലിൽ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും എന്ന അധ്യായം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും, ഇല്ല. അപ്പൊ ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ടോ? ഫയുഖാലു ലാ, ഔല്ല. അപ്പൊ ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിനെ റസൂലിനെ കണ്ടോരുണ്ടോ എന്ന് ചോദിക്കും. ഫയുഖാൽ നഅം, അങ്ങനെ ഉണ്ട് എന്ന് പറയും. ഫയുഫ്തഹു ബിഹിം, അങ്ങനെ അവരെ കൊണ്ട് വിജയമുണ്ടാകും എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇത് കറസ്പോണ്ടൻസ് കോഴ്സല്ല, ഇത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. നിങ്ങൾ നോക്ക്, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണുക, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ മഹാന്മാരിൽ ഒരാളാണ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ വഹ്ശിയുടെ സ്ഥാനം പോലും ഉവൈസിന് ഇല്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഹബീബായ നബിയെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പറ്റി പറയുന്നത് സയ്യിദുത് താബിഈൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം താബിഈങ്ങൾ നേതാവാണ്. സ്വഹാബത്തിന്റെ ഏറ്റവും അവസാനത്തെ ആളുകളിൽ ഒരാളായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയുള്ള ലോകത്തെ ആൺകുട്ടികളിൽ ഒരാളായ മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു, വഹ്ശി റളിയല്ലാഹു അൻഹു വളരെ മഹാനാണ്. ജീവിതം മുഴുവനും കരഞ്ഞ് ജീവിച്ച മനുഷ്യനാണ്. ഇസ്ലാമിൽ വന്നിട്ട് കരഞ്ഞ് ജീവിച്ച മനുഷ്യനാണ്. എപ്പോഴും പറയുമായിരുന്നു അത്രേ, ഖതൽതു ബിയദി ഖതൽതു ഖൈറൽ ഇബാദി ബഅദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെ ഈ കൈ കൊണ്ട് കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരഞ്ഞിരുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നമുക്ക് തിരിച്ചു തരികയും ചെയ്തു. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി, മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി രംഗപ്രവേശം ചെയ്തപ്പോൾ മുസൈലിമയെ കൊന്നത് മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞു അത്രേ, ഖതൽതു ഖൈറൽ ഇബാദി വശറൽ ഇബാദ്. ഹബീബായ നബി കഴിഞ്ഞ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെ കൈകൊണ്ട് കൊന്നു. ഞാൻ പകരം വീട്ടിയിട്ടുണ്ട്. മുസ്തഫ റസൂലുള്ളാഹിക്ക് ശേഷം ഈ ലോകത്ത് മുസ്തഫ റസൂലുള്ളാഹിക്ക് എതിരാളിയായി വന്നവരിൽ ഏറ്റവും മോശപ്പെട്ടവനെ ഈ കൈകൊണ്ട് എനിക്ക് കൊല്ലാൻ കഴിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. എന്നാൽ ആ മനുഷ്യന് പോലും
ആ മനുഷ്യന് പോലും വഹ്ശിയുടെ സ്ഥാനമില്ല, ഉവൈസിന് പോലും ഈ വഹ്ശിയുടെ സ്ഥാനമില്ല റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് ലം യറ റസൂലല്ലാഹി മാ റഅ റസൂലല്ലാഹ്. ഇസ്ലാം എന്നാൽ ഓരോരുത്തർക്ക് കിട്ടിയത് പറയലല്ല, ഈ വഴിയാണ് പ്രധാനം, ഈ കണ്ട് പോരുന്ന വഴിയാണ് പ്രധാനം. ബുദ്ധിയുള്ളവരെ ചിന്തിച്ചു നോക്കൂ. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ, ആ വഴിക്ക് എതിരായവരെയൊക്കെ ഇസ്ലാം തള്ളും. അതാ ശരി. ഈ വഴിയിൽ മുൻഗാമികളായ ആളുകൾക്കെതിരായവരൊക്കെ തള്ളി. ഉദാഹരണം ഖവാരിജിനെ തള്ളി. കാരണം അവർ അലി ഇബ്നു അബീ ത്വാലിബിന് എതിരായിരുന്നു റളിയല്ലാഹു അൻഹു. ഖവാരിജിനെ പറ്റി മഹാന്മാര് പറഞ്ഞത് അവർ കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കളാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മിശ്കാത്തിൽ ഹദീസ് കാണാം, ഹബീബ് റസൂലുള്ളാഹി തൊട്ട് മുദ്രിക്കപ്പെട്ടിട്ടുണ്ട് കിലാബു അഹ്ലിന്നാർ. വേറെയും ഹദീസ് കാണാ. ഖദരിയാക്കളെ പറ്റി പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഖവാരിജിനെ മുസ്ലിം ലോകം തള്ളിയത് അവര് ഖുർആൻ പറയാത്തത് കൊണ്ടല്ല, അവര് ഖുർആൻ പറഞ്ഞവർ തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് സംഭവിച്ചു പോയ അബദ്ധം, അവര് പരിശുദ്ധ ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തായിരുന്നു. അവർ മുൻഗാമിയായ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബിന് എതിരായിരുന്നു എന്നതുകൊണ്ടാണ് ഖുർആനും ഹദീസും അവരും പറഞ്ഞിട്ടുണ്ട്. ഖദരിയാക്കളെ തള്ളി. എന്തേ ഖദരിയാക്കളെ തള്ളാൻ കാരണം? പ്രമുഖമായ സ്വഹാബി പക്ഷത്തിന് മുഴുവനും അവർ എതിരായിരുന്നു. തള്ളിയവർ ഖുർആനും ഹദീസും അവർ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കണം. അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം. ബഹുമാനികളെ റാഫിളിയാക്കളെ ഷിയാക്കളെ തള്ളാനുള്ള കാരണം അവർ സിദ്ദീഖുൽ അക്ബറിനും ഉമർ ഇബ്നുൽ ഖത്താബിനും എതിരായിരുന്നു. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ പറഞ്ഞത്? വളരെ ചിന്തിക്കണം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്തസിലികളെ തള്ളിയത് അവർ താബിഈങ്ങൾക്ക് എതിരായിരുന്നു. ഈ മുഖ്യധാരയിൽ വന്ന ജനവിഭാഗത്തിന് പുറത്തേക്ക് ആരെങ്കിലും പോയാൽ അവരെ മുഴുവനും ഇസ്ലാം തള്ളിയിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ കനപ്പെട്ട ന്യായങ്ങളും ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞ ആളുകൾ തന്നെയായിരുന്നു. മുഅ്തസിലിയാക്കളുടെ വാദത്തിൽപ്പെട്ട ഒരു വാദം ഈ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്. മുഅ്തസിലിയാക്കളുടെ ഒരു വാദം നല്ല ന്യായമുള്ള വാദ, പ്രത്യക്ഷത്തിൽ തോന്നിയാൽ പ്രത്യക്ഷം കണ്ട നല്ല ന്യായ അവരൊരു വാദമായിരുന്നു. സുബൈക്ക് മാത്രം അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാ വഖത്തിലും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയണം. കാരണം മനുഷ്യന്മാര് രാത്രി മാത്രമല്ല മറ്റു സമയത്ത് ഉറങ്ങാൻ സാധ്യതയുണ്ട്. ന്യായാണോ അല്ലേ? അല്ല, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ന്യായാണോ അല്ലേ? പ്രത്യേകിച്ച് ഇന്നത് ഈ ഇൻഡസ്ട്രിയൽ സിറ്റി പോലത്തെ ഉദാഹരണം ജയ്പൂര്, അതേപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട മീററ്റ്, ഗാസിയാബാദ്, അത് അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പകുതി ശതമാനം ആളുകളുടെയും ജോലി രാത്രിയാ. അവർക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞാല് അവർ ഇതുവരെയും ഉറങ്ങിയിട്ടില്ല. അവർക്ക് നൗം എപ്പോഴാ? 8 മണിക്ക് നാസ്താക്കിട്ട് ഒറ്റ കിടത്താ. പിന്നെ അവര് അപ്പൊ ളുഹ്ർ നിസ്കരിക്കുമ്പോ നല്ലതാണ് അസ്സലാത്തു ഖൈറുൻ നൗം എന്ന് അവർ പറഞ്ഞു. ഇവര് കണ്ടു പറഞ്ഞാൽ ഇന്ന് ആ പറഞ്ഞ വാക്ക് ഇന്ന് ഒന്നും കൂടി പ്രസക്തമാണെന്ന് തോന്നിപ്പോകും. നോക്കൂ. പക്ഷേ സഹാബികൾ വലിച്ചു തള്ളി അവരെ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂഫിൽ ഈ വാദമുള്ളവരുടെ പള്ളിയിൽ കയറി. ഒരിക്കൽ നിസ്കരിക്കാൻ നേരമായപ്പോ പള്ളിയിൽ കയറി. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ളുഹറിന് ബാങ്ക് കൊടുക്കുന്ന മനുഷ്യൻ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നതോടുകൂടെ ഫവസബ ഇബ്നു ഉമറ മിനൽ മസ്ജിദി ഫഖാല ഉഖ്റുജു മിൻ ഹാദൽ മസ്ജിദിൽ ഖബീർ. ഈ കള്ളന്റെ പള്ളിയിൽ നിന്ന് പുറത്തു പോവാ, ഇവിടെ നമുക്ക് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്ന് അബൂ ദാവൂദ് കിതാബുസ് സ്വലാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ള പറയല്ല, കിതാബുസ് സ്വലാത്ത് നോക്കൂ, അവിടെ കാണാം. അപ്പൊ നോക്ക്, നിങ്ങൾ ചിന്തിക്കണം. ഈ പരിശുദ്ധമായ ഇവർ ഖുർആൻ ഹദീസും പറഞ്ഞില്ല എന്നുള്ളതല്ല, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ് ഒരുത്തുണ്ടാക്കിയ സംഘടനന്റെ തന്നെ പേര്. ഇപ്പൊ ആളെ കാണാനില്ല, എവിടെ പോയ അല്ലാഹു ആലം. ഇതുവരെ ഉണ്ടായില്ല. അള്ളാഹിന്റെ കലാമിനോട് അതിര് വിട്ട് കളിച്ചു. അള്ളാഹു അതിനുള്ള ശിക്ഷയും നൽകി. ഇതൊക്കെ അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിനെ കേരളത്തിൽ ഒറ്റയാൾ പട്ടാളമായി തന്റെ വാദത്തിന് വേണ്ടി ഖുർആൻ നിരത്തിയ ആളായിരുന്നു ചേകനൂര്. നിങ്ങൾ ആലോചിച്ച് നോക്കി, തമാശയല്ലല്ലോ ഈ പറഞ്ഞ കാര്യം. എന്നിട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാന്റെ ഖുർആൻ പരിശോധിച്ചു. ആ പരിശോധിച്ചപ്പോ അയാൾ ഖുർആൻ നോക്കണമെന്നല്ലേ മനസ്സിലാവുന്നത്. അയാൾ ഖുർആൻ നോക്കി പരിശോധിച്ച് നോക്കുമ്പോ 5 വഖത്ത് നിസ്കാരമാണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇന്നിപ്പോ ഹജ്ജിന് കൊണ്ടല്ലോ ഖുർആൻ നോക്കി ഒന്ന് ഹജ്ജ് ചെയ്താണ് ഒരാളൊന്ന് ഹജ്ജ് ചെയ്യും. മാത്രമേ ആൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറയും ഖുർആൻ നോക്കി ഒന്ന് ഹജ്ജ്.
ഖുർആൻ നോക്കി ഹജ്ജ് ചെയ്യാനല്ല പറഞ്ഞത്. ഖുദൂ അന്നി മനാസികക്കും എന്ന് മുഹമ്മദ് നബി. മൈക്ക് ശ്രദ്ധിക്കണേ. ഖുദൂ അന്നി മനാസികക്കും, ഖുദൂ അന്നി മനാസികക്കും സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസിന്റെ വ്യാഖ്യാനം ലിഅന്ന വറാഅകും ലിഅന്നല്ലദീന വറാഅകും യുസല്ലൂന കമാ തുസല്ലൂൻ. നിങ്ങൾ എന്നെ കണ്ടിട്ട് നിസ്കരിക്കണം. എന്തുകൊണ്ട്? നിങ്ങളെ പിൻഗാമികള് ഖുർആൻ നോക്കിയല്ല നിസ്കരിക്കുക, നിങ്ങളെ കണ്ട് നിസ്കരിക്കും. അവരെ പിൻഗാമികൾ അവരെ കണ്ടിട്ട് നിസ്കരിക്കും. അങ്ങനെയാണ് എന്റെ ഉസ്താദ് ഇവിടെ ഉണ്ട്, ഞാൻ നിസ്കരിച്ചു കൊടുത്തത് അങ്ങനെയാണ്, അവിടുന്ന് അങ്ങനെയാണ്. നോക്കൂ, ചിന്തിക്ക്. ഖുർആനും ഹദീസും പിടിച്ചോളി എന്ന് പറഞ്ഞപ്പോ ചില വിഡ്ഢികൾ മനസ്സിലാക്കി ഖുർആൻ എങ്ങനെ പിടിച്ചിട്ട് തിരിക്കലാണ് എന്ന്. ചെറുശ്ശേരി പറഞ്ഞു നേരാ. ഖുർആൻ നോക്കിയിട്ട് പഠിക്കാൻ തയ്യാറായി ചേകനൂരിന്റെ നിസ്കാരം 5 വഖത്തല്ല 3 വഖത്താണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ പലരുമുണ്ട്. കോഴിക്കോട്ടെ ഒരു തുണിക്കച്ചവടക്കാരൻ മൗലവി ഉണ്ടായിരുന്നു. ജിന്ന് എന്ന വിഭാഗത്തെ മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ ജന്നക്കാർത്ഥം വെച്ച് നോക്കി. ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിന്നു എന്നാണ് അർത്ഥം. അപ്പൊ ജിന്ന് എന്നാൽ കാട്ടുജാതിയാണ് എന്നാ മനസ്സിലാക്കി. അങ്ങനെയാണ് ഈ കാട്ടുജാതി എന്നൊരർത്ഥം. ജിന്നിന് മുൻഗാമികൾ ആരെയും വെച്ചിട്ടുണ്ടോ അത് അയാൾ നോക്കിയില്ല. അയാൾ മനസ്സിലാക്കിയ ഖുർആൻ പരിശോധിക്കുക, എനിക്ക് തോന്നിയത് ഞാൻ പറയാ എന്ന്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു തുണിക്കച്ചവടക്കാരുണ്ടായിരുന്നു. അയാളുടെ ജിന്ന് ആ നിലമ്പൂർ ഫോറസ്റ്റിലൊക്കെ പുറത്ത് ഇറങ്ങാറ് എപ്പോഴെങ്കിലും 2 ആഴ്ചയിലൊരിക്കലൊക്കെ ഈ തേനം കൊണ്ടുവരുന്ന അർണാടന്മാർ എന്ന് പറയും. അങ്ങനെ ആളന്മാര്, ഈ കള്ളന്മാർ, ഈ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ്, ഈ അടിയന്മാരാണ് ഇയാൾക്ക് ജിന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തേ സംഭവിച്ചു പോയത്? യുളില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. മുൻഗാമികളിൽ നിന്ന് ദീൻ പഠിക്കുക എന്നത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ദീൻ. അവരെ വിശ്വാസം സ്വീകരിക്കണം, അവരെ പ്രവർത്തനം സ്വീകരിക്കണം. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് അവരെ വിശ്വാസം എന്തായിരുന്നു ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്. അന്നാസായ ആളുകൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. അല അന്നാസ്, അന്നാസ് എന്നാൽ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചെയ്തതുപോലെ ചെയ്യുക, പിന്നീട് താബിഈങ്ങൾ ചെയ്തതുപോലെ ചെയ്യുക. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ് ഖാലു അനുഅ്മിനു കമാ ആമനസ്സുഫഹാ. ആ വിഡ്ഢികൾ ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ വഴിയുണ്ട് എന്ന് പറയുന്ന ആളുകൾ വിശ്വാസികളെ ഒന്ന് പുനഃപരിശോധിച്ചുകൂടെ? മുൻഗാമികളുടെ അസാസ് അടിസ്ഥാനപരമായി അവർ കാണിച്ച സത്യങ്ങൾക്ക് ദീനിൽ വലിയ വിലയുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വിശദീകരിക്കില്ല. അതിനർത്ഥം തെളിവില്ലാത്തവർ ചെയ്യുന്നല്ല, തെളിവില്ലാത്ത ചെയ്യുക എന്നല്ല. പക്ഷെ രീതി അവരിൽ നിന്നാണ് പഠിക്കേണ്ടത്, രീതി അവരിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ വിശ്വാസം നമുക്ക് വിശ്വാസമാകണം. ആ വിശ്വാസത്തിന്റെ പുറത്തേക്ക് പോയാൽ മുസ്ലിം ഉമ്മത്ത് തകർന്നു പോകും. ഒരു സംഭവം പറയാ, അവരുടെ വിശ്വാസം എന്തായിരുന്നു? ഒരു സംഭവം പറയാ. നോക്കൂ, അവരൊരു സംഭവം പറയാ. عن أنس رضي الله عنه أن أم سليم رضي الله عنها كانت تبسط للنبي صلى الله عليه وسلم نطعا فيقيل عندها. صحيح البخاري. ഉമ്മു സലൈമിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും. എന്നിട്ട് അവിടെ ഉമ്മു സലൈം റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി, ശ്രദ്ധിക്കണേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മു സലൈം നല്ല വിരിപ്പ് വിരിച്ചു കൊടുക്കും. ആ വിരിപ്പ് കടന്ന് സ്വഹീഹുൽ ബുഖാരി. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാവണില്ലേ? മുൻഗാമികളെ വിശ്വാസം നമ്മളെ വിശ്വാസമാണ്. നമ്മൾ പുറത്തു പോയാൽ നമ്മൾ തകർന്നു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലോണം ഇത് മനസ്സിലാക്കണം, ഇതുള്ളവരെ ചിന്തിക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും ഇത് ചിന്തിക്കണം. ഈമാൻ കട്ടുകൊണ്ടുപോകാനാണ് ഇന്ന് പലരും ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി അൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടരിച്ച് റിപ്പോർട്ട് സ്വഹീഹുൽ ബുഖാരി. ഉമ്മു സുലൈമിന്റെ വീട്ടിൽ റസൂലുള്ളാഹി ഉറങ്ങാൻ വേണ്ടി വരും. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി വന്നാൽ ഉമ്മു സുലൈം വിരിപ്പ് വിരിച്ചു കൊടുക്കും. ആ വിരിപ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഫയഖീലു ഇൻദഹാ അലാ ദാലിക അൻ-നത്വി, ആ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങും. فإذا نام النبي صلى الله عليه وسلم أخذت منه عرقه وشعره من شعرقه وشعره. റസൂലുള്ളാഹി ഉറങ്ങിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി ഇങ്ങനെ വിയർക്കും. അത് റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ്. ഇതിനുടനെ ഉമ്മു സലൈം എന്ത് ചെയ്യും? എടുക്കും. സ്വഹീഹുൽ ബുഖാരി. കാലം എത്ര പുരോഗമിച്ചു പോയി, എന്നാലും ദീൻ ഇങ്ങനെ തന്നെയാണ്.
അത് ഇന്നത്തെ കാലത്ത് പറയണമെന്ന് വിചാരിക്കേണ്ട, അന്ന കാലത്ത് പറയണം, അതാണ് ദീന്. അങ്ങനെ പറയണ്ടെന്നുള്ള ഒരു ദീനും നമ്മുടെ ദീനും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അതാണല്ലോ ദീൻ. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? മുസ്തഫായ റസൂലുള്ളാഹിന്റെ വിയർപ്പ് ഇങ്ങനെ പഠിച്ചെടുക്കും. അപ്പൊ ശാരി അവിടുത്തെ മുടിയെടുക്കും. ഇപ്പൊ ജമാഅത്തുഹു ഫി ഖാറൂറ, എന്നിട്ട് കുപ്പിക്കാക്കിയിട്ട് തുമ്മ ജമാഅത്തുഹു ഫി സക്കിൻ. സക്കി എന്നാൽ ഈ പിന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പാത്ത് വെക്കുന്ന ഒരു വസ്തുണ്ട്, ഒരു അടപ്പുള്ള പാത്രമുണ്ട്. ആ അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും. വഹുവ നായിമുൻ, റസൂലുള്ളാഹി ഉറങ്ങിയിരിക്കും. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനത്തെ വസ്തു റസൂലുള്ളാഹിന്റെ മുടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പൊക്കെ, ഇങ്ങനെ എടുത്ത വിയർപ്പൊക്കെ ഉമ്മു സുലൈമിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ എന്ത് ചെയ്തു? ഫലമ്മാ ഹളറ അനസ് ബിൻ മാലിക്, ഇവിടെ നമ്മളെ വിഷയം ശ്രദ്ധിക്കണേ. ഫലമ്മാ ഹളറ അനസ് ബിൻ മാലിക്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആരാ അനസ് എന്നറിയോ? റസൂലുള്ളാഹിന്റെ 10 കൊല്ലത്തെ വേലക്കാരനാണ് അനസ്. അനസിന് വിവരമില്ല എന്ന് പറയരുത്, മദീനയിലുള്ള എല്ലാ വിവരവും അറിയുന്ന ആളാണ് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നോക്കി ഈ മൈക്കതും ശ്രദ്ധിക്കേ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇവിടെ തുറക്കാത്തോണ്ട വിഷയം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഫലമ്മാ ഹളറ അനസ് ബിൻ മാലിക് അൽ വഫാത്ത്, അനസ് ബിൻ മാലിക്കിന് വഫാത്ത് ഹാജരായപ്പോൾ ഔസാ, അദ്ദേഹം വസിയത്ത് ചെയ്തു, ഇലാ അൻ യുജ്അല ഫീ ഹനൂതിഹി മിനസ്സക്കി, അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ കഫം പുടയിലും അദ്ദേഹത്തിന് സംസ്കരിക്കുന്ന വസ്തുക്കളിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് കുടയാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് സ്വഹീഹുൽ ബുഖാരി. ശ്രദ്ധിച്ചോ? നിങ്ങൾ മനസ്സിലായില്ല? ഇത് പാത്ത് വെക്കുക മാത്രമല്ല, എപ്പോഴാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമടുത്തപ്പോൾ തന്റെ അനുയായികളോട് പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹിന്റെ വിയർപ്പ് എന്റെ കഫം പുടയിലാക്കണം, എന്നെ സംസ്കരിക്കാനുള്ള സുഗന്ധമുണ്ടല്ലോ നിങ്ങൾ. അദ്ദേഹം വസിയത്ത് ചെയ്തു, അൻ യുജ്അല ഫീ ഹനൂതിഹി, അദ്ദേഹത്തിനെ സംസ്കരിക്കുന്ന വസ്തുക്കളെ കൂട്ടത്തിൽ ഇതുകൂടി ആക്കണമെന്ന് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? ഈ കാര്യം കൊണ്ട് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ വിശ്വാസം. കഫം പുടവയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പുണ്ടായാൽ ഉഖ്റവിയായ ലോകത്ത് അതുകൊണ്ട് നേട്ടമുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് വിശ്വസിച്ചിരുന്നു. ബർക്കത്തെടുക്കാൻ പറ്റുമല്ല എന്ന അപ്പത്തെ ചില ആളുകളുടെ ചിന്ത. അതവരുടെ വിശ്വാസത്തിന് എതിരാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജീവിതകാലം മാത്രമല്ല, മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഈ മരിച്ചുപോയ മയ്യത്തിന് കപ്പം പുടയിലാക്കാറുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിന് പുറമെ നിന്റെ കപ്പം പുടയിൽ ആക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പാണ് എന്ന് അവിടുന്ന് വസിയത്ത് ചെയ്യുകയും ആ വസിയത്ത് പ്രകാരം നടപ്പിൽ വരുത്തുകയും ചെയ്തു എന്ന് ആരെങ്കിലും അല്ല പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരി. ഞാൻ വിശദീകരിക്കണില്ല. വേറൊരു ഹദീസ് കാണാ. ഒരു ഹദീസ് കൂടി പറയാം. സ്വഹീഹുൽ ബുഖാരി. അൻ സഹരിൻ റളിയല്ലാഹു അൻഹു അന്ന ഇംറഅത്തിൻ ജാഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബർദത്തിൻ മൻസൂജ, നെയ്തുണ്ടാക്കിയ ഒരു വസ്ത്രവുമായി ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. ശരിക്കണേ, നല്ലോണം മനസ്സിലാക്കാം. സ്വഹീഹുൽ ബുഖാരി. നെയ്തുണ്ടാക്കിയ ഒരു വസ്തു കൊണ്ട് റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. എന്നിട്ട് കാലത്ത് അവൾ പറഞ്ഞു, നസജതുഹാ ബിയദി, നബിയെ ഞാൻ എന്റെ കൈകൊണ്ട് അത് നെയ്തുണ്ടാക്കിയതാണ്. ഫജിഅതു, ഞാൻ ഇവിടെ വന്നതിൽ അക്സുവക്കഹ, അങ്ങേ ധരിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് തന്ന് നിങ്ങൾ ഇത് ധരിക്കണം, അതിന് വേണ്ടിയാണ് ഞാൻ ഇത് കൊണ്ടുവന്നത് എന്ന് ആ സഹോദരി ഹബീബായ റസൂലുള്ളാഹി മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? അങ്ങനെ ചെയ്തു. ഫഅഖദഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുപ്പായ ആ വസ്ത്രം റസൂൽ അങ്ങോട്ട് വാങ്ങി. മുഹ്താജൻ ഇലൈഹാ, ആ കിട്ടിയ റസൂലുള്ളാഹിക്ക് വളരെ സന്തോഷമായി. ഒരു ആവശ്യമുള്ളത് എന്ന നിലവാരത്തിൽ തന്നെ എന്തെങ്കിലും ഉണ്ടല്ലോ. എന്റെ ഒരു സമ്മാനം തന്നപ്പോ നോക്കുന്നത് പോലെയല്ല, നല്ല ആവേശത്തോടുകൂടെ താല്പര്യപൂർവ്വം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വസ്ത്രം അങ്ങോട്ട് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? വഇന്നഹാ ഇസാറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരയുടുപ്പാക്കി. ശ്രദ്ധിക്കണം, അങ്ങനെ അരയുടുപ്പാക്കി അത് ധരിച്ചു. അതുമായി റസൂൽ ആ വസ്ത്രം ധരിക്കുകയാണ്. അപ്പോൾ ഫഹസ്സനഹാ ഫുലാനുൻ, ഒരാൾക്കത് നല്ലതായി തോന്നി. സ്വഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ റസൂല് ഒരു പെണ്ണ് കൊടുത്ത ആ വസ്ത്രം ധരിച്ചു വന്നപ്പോ വേറൊരാൾക്ക് അത് നല്ല താല്പര്യമുള്ള ഒരു വസ്ത്രമായി തോന്നി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഫഖാല. ശ്രദ്ധിക്കണേ, നിൽക്കേണ്ട ഒരാൾ നിൽക്കണേ. ഒക്കെ പണി തുടങ്ങുമ്പോ അപ്പം നോക്ക്, ഇങ്ങോട്ട് ശ്രദ്ധിക്കും.
ഹബീബായ റസൂലുള്ളാഹി ധരിച്ചുകൊണ്ട് വന്നപ്പോ വേറൊരാൾക്കാണ് നല്ലതായി തോന്നി. ഫഖാല, അയാള് പറഞ്ഞു, ഉക്സുനീഹാ യാ റസൂലല്ലാഹ്, അത് എനിക്ക് ധരിക്കാൻ തരീ നബിയേ, എനിക്ക് ധരിക്കാൻ തരീന്ന് ആ മനുഷ്യൻ ആവശ്യപ്പെട്ടു. ഫഖാലൽ ഖൗമു, ജനങ്ങൾ പറഞ്ഞു, മാ അഹ്സൻത, ഈ പറഞ്ഞത് ശരിയായില്ല. ലബിസഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അത് ധരിച്ചത് മുഹ്താജൻ ഇലയ്യ, വളരെ താല്പര്യപൂർവമാണ്. നബിയോട് എന്തിനെ ചോദിച്ചത്? വഅലിംതാൻ, നിനക്കറിയാലോ, അന്നഹു ലാ യുറദ്ദു ലാ യറുദ്ദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിച്ചാ പിന്നെ ഒരിക്കലും അത് തട്ടൂല, നിനക്കറിയാലോ. എന്തിനാ അത് ചോദിച്ചത് എന്ന് ഒരു സ്വഹാബികൾ മുഴുവനും വേറൊരാൾ അയാളെ കുറ്റപ്പെടുത്തി. നബിയെ, നിങ്ങൾ ധരിച്ച അരയുടുപ്പ് എനിക്ക് തരീന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നല്ല വസ്ത്രം റസൂലൊക്കെ വലിയ ഇഷ്ടമാണ്. ആ പെണ്ണ് കൊടുത്തപ്പോ റസൂല വലിയ ആവേശത്തിലാണ് ധരിച്ചത്. ഈ എന്തിനാ അത് ചോദിച്ചത്? അത് ചെയ്ത് ശരിയായില്ല. നിനക്കറിയാലോ, ലാ യറുദ്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ ഒരാൾ പറഞ്ഞാൽ മടക്കൂല, അത് അവിടുന്ന് ഇഷ്ടമില്ലാതെ നിനക്ക് തരും. എന്തിനാ നീ അത് ചെയ്തത് എന്ന് ആ സ്വഹാബിയോട് ചോദിച്ചു. സ്വഹീഹുൽ ബുഖാരി. ഫഖാല, ആ സ്വഹാബി പറഞ്ഞു, ഇന്നി വല്ലാഹി മാ സഅൽതുഹു ലിഅൽബസഹു, ഞാൻ എന്നെ ധരിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ഇന്നമാ സഅൽതുഹു ലിതകൂന കഫനി, ഞാനത് നബിയോട് ചോദിച്ചത് അതെന്റെ കഫനാക്കാൻ വേണ്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഈ സ്വഹാബി പറഞ്ഞു. എന്താ ഇതിന്റെ മായന? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ ഇതിന്റെ മായന? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ച വസ്ത്രത്തിൽ കഫനാക്കാൻ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് താല്പര്യപ്പെടുകയും അങ്ങനെ റസൂലുള്ളാഹിയിൽ നിന്ന് വാങ്ങി വെക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നുണ്ട്, വഫീഹി തബറുകു ബിആഥാരിസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കൊണ്ട് ബർക്കത്ത് എടുക്കണം എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ വിശ്വാസികളെ ചിന്തിക്കണം, ഇത് തമാശയല്ല. മാത്രമല്ല, ഫക്കാനത്ത് കഫനഹു, ഈ വസ്ത്രമായിരുന്നു പിന്നീട് ആ മനുഷ്യൻ മരിച്ചപ്പോ അത് ആ മനുഷ്യന്റെ കഫനാവുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ പറഞ്ഞത്. അബൂ അബ്ദില്ലാഹി ഇസ്മാഈൽ ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി. അവ നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരെ ബർക്കത്തെടുക്കുക അത് റസൂലുള്ളാഹിയിൽ മാത്രം പരിമിതമല്ല, അത് മഹാന്മാർക്ക് മുഴുവനുമുള്ളതാണ് എന്ന് ഈ ഹദീസ് എന്ന് മനസ്സിലാക്കാം എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത ഇസ്ലാമിലെ മുന്നണി പോരാളിയായിരുന്നു മഹാനായ ഖാലിദ് ബിൻ വലീദ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം? വകാനത്ത് ശഅറാത്തുൻ മിൻ ശഅരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖലൻസുവതി ഖാലിദ് ബിൻ വലീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ മുടി കളഞ്ഞപ്പോൾ അതിൽപ്പെട്ട ഒരൽപ്പം മുടി സ്വഹാബികൾ ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തപ്പോൾ അതിൽപ്പെട്ട ഒരൽപ്പം മുടി ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിരുന്നു. അദ്ദേഹം അതെന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ പടത്തലപ്പാവിന്റെ ഉള്ളിൽ ഇത് തുന്നി പിടിപ്പിച്ചു. كانت شعرات من شعره صلى الله عليه وسلم في قلنسوة خالد بن الوليد. ഇത് ആരാധനയല്ല മനുഷ്യന്മാരെ. എന്താ ഈ ആരാധന? എന്തത് മനസ്സിലാക്കാത്തത്? പറഞ്ഞാ പിന്നെയും പറഞ്ഞു. വളരെ ചിന്തിക്കണം. ഇപ്പൊ ഏതോ ഒരു രാജാവ് പറഞ്ഞിട്ടുണ്ടത്രേ കയ്യൊമ്പിക്കാൻ പാടില്ല. ഇപ്പൊ അതിന്റെ പിന്നാലെ കുറെ മനുഷ്യന്മാർ. ഈ രാജാവ് കേവലം ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന കാര്യം മനുഷ്യന് ചിന്തിക്കണില്ല. ഇമാം ബുഖാരിയാണ് രേഖപ്പെടുത്തിയത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ചുംബിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ കൈ തൊട്ട കൈ വരെ പിൽക്കാലത്ത് താബിഈങ്ങൾ ചുംബിക്കാൻ വേണ്ടി മത്സരിച്ചിരുന്നു എന്ന ഹദീസ് ആരോ രേഖപ്പെടുത്തിയതല്ല, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. നിങ്ങൾ ചിന്തിക്കും. കൈ മാത്രമല്ല, കൈ കിട്ടല്ല ചുംബിക്കണമെങ്കിൽ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ wudu എടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബികൾ അതിന്റെ ചോട്ടിൽ അൻ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഹദീസ് കാണാം, റസൂലുള്ളാഹി wudu എടുക്കുമ്പോൾ കൈ കഴുകുമ്പോൾ സ്വഹാബികൾ അതിന്റെ താഴെ കൈ വെച്ചുകൊണ്ട് കാത്തു നിന്നിരുന്നു എന്ന ഹദീസ് കാണാം. ആരോ രേഖപ്പെടുത്തല്ല, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം കാണാം. കൈ ഇങ്ങനെ നീട്ടിവെക്കും, എന്നിട്ട് ആ കയ്യിൽ നിന്ന് വെള്ളമെടുക്കും. കിട്ടിയവർ മുഴുവനും അവർ അതിനു വേണ്ടി മത്സരിച്ചിരുന്നു, അവർ അതിനു വേണ്ടി തർക്കിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട സ്വഹാബികൾ തർക്കിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ വളരെ ചിന്തിക്കണം. അങ്ങനെയാണ് റസൂലുള്ളാഹി wudu എടുക്കുക, എല്ലാവരും മത്സരിക്കും, കിട്ടിയവരൊക്കെ തമസ്സഹ ബിഹി, അതുകൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ പുരട്ടുകയും ചെയ്തു. വമല്ലം യുസിബ്,
ഒളു എടുത്തു കഴിഞ്ഞു, ചില ആളുകൾക്ക് കിട്ടിയിട്ടില്ല, അവരെന്ത് ചെയ്യും? അഖദ മിൻ ബലലി സാഹിബിഹി, അഖദ മിൻ ബലലി സാഹിബി, കിട്ടിയോന്റെ കയ്യിന്റെ നനവ് തൊട്ട് തേക്കുന്നു. മനസ്സിലായില്ല? ഇതാരോ പറഞ്ഞതല്ല, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. എന്താ നമ്മൾ ഈ ഹദീസൊക്കെ കാട്ട് കുഴിച്ചിട് അല്ല? എന്താ ഇത് ചെയ്യപ്പ? എന്താ നമ്മൾ എന്താ ഇത് ചെയ്യാം? നമുക്കിപ്പോ കുറച്ച് നമ്മളെപ്പത്തെ തീരുമാനത്തിനൊക്കെ എതിരാ. അതുകൊണ്ട് ഈ ഹദീസൊക്കെ നമ്മൾ ഇട്ട് മണ്ണിട്ട് മൂടുക. നമ്മൾ മൂടിയാലും ഇമാം ബുഖാരി അത് സ്വഹീഹ് ബുഖാരിയിൽ, ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇത് വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇവിടെ അനവധി ഹദീസുകൾ ഇങ്ങനെ മണ്ണിട്ട് പൂണാനുള്ള വളരെ വലിയ ആവേശകരമായ പ്രവർത്തനം ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം ഗൗരവപൂർവ്വേണ മനപ്പെട്ട മുസ്ലിം സമുദായം ചിന്തിക്കേണ്ടതാണ്. കിട്ടാത്തവർക്ക് വെള്ളം കിട്ടിയവർ വെള്ളം കൊണ്ട് തടയും, വെള്ളം കിട്ടാത്തവർക്ക് അഖദ മിൻ ബലലി സാഹിബി, കിട്ടിയോന്റെ നനവിലേക്ക് ഇങ്ങോട്ട് തൊടും. നനവ്, ബലല് എന്നാൽ നനവ്, അതുകൊണ്ട് തേച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അപ്പൊ ചുരുക്കത്തിൽ മഹാന്മാർ ഉപയോഗിച്ച വസ്തുക്കൾ, മഹാന്മാരുടെ ബറക്കത്തുകൾ, അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, ബഹുമാനപ്പെട്ട മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ് ഹബീബായ നബി ആദ്യമായി കയറി ചെന്നത്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിതാബിൽ അംരിൽ മുതാഇ എന്ന ഗാനം പാടി ബഹുമാനപ്പെട്ട സ്വഹാബികൾ ഹബീബായ നബിയെ എതിരേറ്റിട്ട് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത്. റസൂലുള്ള ഭക്ഷണത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു വരികയും ആ ഭക്ഷണത്തിന്റെ അവസാന ഭാഗം കൈകാട്ടി നിൽക്കുകയും ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. എന്തിനു വേണ്ടി വരും? ആ ഭക്ഷണത്തിൽ നിന്ന് അല്പം കഴിക്കാൻ വേണ്ടി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ആ വിശ്വാസമാണ് സത്യത്തിൽ അടിസ്ഥാനപരമായ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പുറകോട്ട് പോന്നാൽ അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന വഴി അല്ല, അത് അബദ്ധം പറ്റിയ വഴിയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല രസമുണ്ടാകും കേൾക്കുമ്പോ. കേൾക്കാൻ ഏത് ശൈത്താന്റെ വാക്കിനും രസമുണ്ടാവുന്ന ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സുഖ്റൂഫൽ ഖൗൽ وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض. ശൈത്താന്മാര് വഹയ്യ് പറയുന്ന, അതായത് പറയുന്നത് കേട്ടാൽ ഇത് വഹയ്യാണെന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ വർത്താനം പറയും. സുഖ്റുഫൽ ഖൗലി, മനോഹരമായ വാക്ക് പറയും. ഖുറൂറൻ, മനുഷ്യരെ വഞ്ചിക്കാൻ വേണ്ടി പറയും എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അവരെ വിശ്വാസം സ്വീകരിക്കുക. അവരേത് വിശ്വാസത്തിലാണോ നിലനിന്നത് ആ വിശ്വാസം സ്വീകരിക്കുക. അതാണ് ആമിനു കമാ ആമനന്നാസ്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. വിശ്വാസപരമായ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്ന സമയം വളരെ പരിമിതമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം കർമ്മപരമായ കാര്യമാണ്. കർമ്മപരമായ കാര്യത്തിലും സ്വഹാബത്തോട് ചേർന്ന് നിൽക്കുക. പക്ഷേ സ്വഹാബികൾക്ക് കാര്യങ്ങളുണ്ടായിരുന്ന അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ക്രോഡീകരിച്ച് കാണുന്നില്ല. എന്നാൽ ക്രോഡീകരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്തുകൊണ്ടെന്നാൽ സ്വഹാബികളിൽ നിന്ന് കണ്ടുപഠിച്ച ആളുകൾ അത് ക്രോഡീകരിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പറഞ്ഞത് കേൾക്കാതെ, ഒരു വിജ്ഞാനം കാണാതെ ഖുർആനിന്റെ ഹദീസിനും നേരിട്ട് കാര്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ആരും കഴിയില്ല. ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന ഈ നിസ്കാരത്തിന്റെ ഈ ശൈലി അള്ളാഹുവിന്റെ ഖുർആൻ നോക്കിയിട്ട് കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന ആർക്കാണ് കാണിക്കാൻ കഴിയുക എന്ന് വിനയത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരാൾ അള്ളാന്റെ ഖുർആൻ നോക്കിയിട്ട് ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ തർത്തീബ് ആർക്ക് കാണിക്കാൻ കഴിയും? അതിന്റെ ആവശ്യമല്ല. എന്തുകൊണ്ട്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് ഹബീബായ മുഹമ്മദ് നബി. ഇനി അവരെ ആദാബുകൾ, നിയമങ്ങൾ കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഫിഖ്ഹിന്റെ കാര്യങ്ങൾ സ്വഹാബികളിൽ നിന്ന് പിന്നീട് ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മദാഹിബുൽ അർബഅ മുഴുവനും. ഏതായാലും ഒരാളെ പിൻപറ്റണം. ഒരാളെ പിൻപറ്റുമ്പോൾ നല്ലത്. ഒരുത്തനെ പിടിക്കുമ്പോൾ കരുത്തനെ പിടിക്കാന്നൊരു മദ്ഹബുണ്ട്. നിങ്ങളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഒരാളെ പിടിക്കണം.
അതിവിടെ അലിപ്പും ബാവും അറിയാത്ത എന്നെ പോലത്തെ ഒരു വിഡ്ഢിയെ പിടിക്കുന്നതിനേക്കാൾ നല്ലത് മഹാന്മാരായ ഖുർആൻ ഹദീസിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തിയെടുത്ത ബഹുമാനപ്പെട്ട മദാഹിബുൽ അർബഅയുടെ നേതാക്കൾ അവർ താബിഈങ്ങളോ താബിഉ ആണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു താബിഇയാണ്. റആ അനസ് ബിൻ മാലിക്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തന്റെ തബീൽ സ്വഹീഫ ഫീ മനാഖിബ് അബീ ഹനീഫ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു, റആ അനസ് ബിൻ മാലിക് വതഅല്ലമ മിൻഹു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയും അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിക്കുകയും ചെയ്ത ആളാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ആരാ അനസ് റളിയല്ലാഹു അൻഹു? അനസ് റളിയല്ലാഹു അൻഹു ആരാ? ഹബീബായ റസൂലുള്ളാഹിന്റെ നേരെ ശിഷ്യൻ, റസൂലുള്ളാഹിന്റെ നേരെ ശിഷ്യൻ, റസൂലുള്ളാഹിന്റെ 10 കൊല്ലത്തെ ഖാദിം. അപ്പൊ ചിന്തിക്കേണ്ട ഒരു കാര്യ, ഒരാള് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹുവിനെ സ്വീകരിച്ചാൽ അദ്ദേഹം സ്വഹാബികളെ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആരാ? അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. ഹബീബായ റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, യൂഷികു അൻ യദ്രിബൻ നാസു അക്ബാദൽ ഇബിൽ ഫലാ യജിദൂന ആലിമൻ അഅലമ മിൻ ആലിമിൽ മദീന. വിജ്ഞാനം തെരഞ്ഞിട്ട് ആളുകൾ ലോകത്തോടി നടക്കും. അക്കാലത്ത് ഒരു പണ്ഡിതൻ ഉണ്ടാകും. ആ പണ്ഡിതന്റെ വിജ്ഞാനമുള്ള ഒരാൾ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഫകുന്നാ നറാ അന്നഹു മാലികുൻ. അത് മാലിക്കിനെ പറ്റിയാണ് ലോകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയ പണ്ഡിതനാണ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു. അവിടെ ചോദിച്ചോളൂ, റസൂലുള്ളാഹി പറഞ്ഞു പോയിട്ടുണ്ട്. മദീനയിലെ പണ്ഡിതൻ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മാലിക്കി ഇമാമാണ്. മാലിക്കി മദ്ഹബ് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയ മദ്ഹബാണ്. ഷാഫി മദ്ഹബോ? ഹബീബ് പറഞ്ഞു ആലിമു ഖുറശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഷാഫി ഇമാമിനെ സ്വീകരിച്ചവൻ റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. എന്തുകൊണ്ട്? ഷാഫി ഇമാമിനെ സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആലിമു ഖുറശിൻ, ഞാൻ ഇവിടുന്ന് പോയാൽ ഒരു ഖുറൈശി പണ്ഡിതൻ വരും. യംലഉ തിബാഖൽ അർളി ഇൽമാ. ഭൂമിയിലെ ചക്രവാളം മുഴുവനും ആ മനുഷ്യൻ വിജ്ഞാനം കൊണ്ട് നിറക്കും. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഞാൻ ഇവിടുന്ന് പോയാൽ വരാൻ പോകുന്നുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പറ്റി ഇമാം ദഹബി പോലും തന്റെ തദ്കിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫകുന്നാ നറാ അന്നഹു ശാഫിഈ. ലോകം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം അതാരെ പറ്റിയാണ്? ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു. അഹ്മദ് ബിൻ ഹംബലിനെ സ്വീകരിച്ചവരും അങ്ങനെയാ. അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് നിങ്ങൾ നോക്ക്. ആരാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു? അദ്ദേഹം 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ആളായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മുസ്നദിന്റെ തുടക്കത്തിൽ കാണാം, ഇൻതഖബതു മിൻ 700 അഹാദീസ് സ്വഹീഹ. 7 ലക്ഷം സ്വഹീഹായ ഹദീസിൽ നിന്നാണ് ഞാൻ ഇത് തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് ലോക പ്രശസ്തമായ മുസ്നദിന്റെ തുടക്കത്തിൽ കാണാം. ചിന്തിക്കണം. ചുരുക്കത്തിൽ അവര് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ, ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ്, മഹാനായ ഇമാമിന് ഷാഫിഈ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇവരിൽ ആരെ സ്വീകരിക്കുന്ന ആളും സ്വീകരിച്ചത് ഹബീബായ മുഹമ്മദ് നബി. ഒരാൾ സ്വീകരിക്കണം. അല്പം ഭാവം അറിയാത്ത എന്നെ സ്വീകരിച്ചേണ്ട ആവശ്യമുണ്ടാ? അല്പം ഭാവം അറിയാത്ത ആളുകളെ സ്വീകരിക്കുക. ഇതെന്താ അർത്ഥമുള്ളത്? അറിയണവരെ സ്വീകരിച്ചൂടെ? ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ലോക ചരിത്രം കടന്നു വന്നതിൽ ഇക്കാലം വരെയുള്ള പണ്ഡിതന്മാരൊക്കെ മദ്ഹബ് സ്വീകരിച്ചത്. ഇന്നും അംഗീകരിക്കുന്നത് അങ്ങനെയാ. ലോകം കടന്നു വന്ന ശാഫിഈയ ഫാസിറു തൽഹംബലിയ ബിലാ ഹജ്രിൽ തഹ്താത ബിൽ ഖൈറൈനി മുഅ്തദില. അങ്ങനെയല്ലേ പറഞ്ഞ ശാഫിഈയ ഫാസിറു ഹംബലിയ ബിലാ. നിങ്ങൾ ശാഫിഈയ ഫാസിറു ബഹുമാനപ്പെട്ട മുഹമ്മദ് മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനാണെന്ന് വിചാരിക്കണ്ട. എത്താനായിട്ടുണ്ട്, ഇവിടെ ഇറങ്ങാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സമയം ആയിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് നേരം വൈകിയിട്ടുണ്ട്. എങ്കിൽ നമ്മൾ പറഞ്ഞില്ല, തങ്ങളാപ്പ വെക്കരാതെ തുടങ്ങിയില്ല. അത് നമ്മൾ അവർക്ക് കാണിക്കുന്ന ഒരു മദഹിന്റെ ഭാഗം തന്നെയാണ്. അവരിവിടെ പരിസരത്തുണ്ടെങ്കിൽ അവരെ കൊണ്ടേ തുടങ്ങും. ഇനി എന്റെ തലയിലേക്ക് ചിന്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിൻ എന്നെ കൊണ്ട് മാത്രമേ ഞങ്ങൾ തുടങ്ങുള്ളൂ. അത് റബ്ബിനുള്ള ഒരു ഖുർബാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖുർബാന. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഞങ്ങൾക്ക് ഇവിടെയല്ല അവിടെയും ഉടമസ്ഥൻ നീ തന്നെ ഖുർബാന.
പിന്നെ വന്ന് പറഞ്ഞു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിയല്ലോ, ഞങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ 7 മാർഗേണയാണെങ്കിലും നിന്നിൽ നിന്ന് മാത്രമല്ലോ. എല്ലാത്തിന്റെയും വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. അല്ലാഹുവാണ് തരുന്നത്, അല്ലാഹുവിനെ നമുക്ക് തരട്ടെ. ഖുർബാൻ ആരാധനകൾ, കാര്യങ്ങൾക്ക് വേണ്ടി ഖുർബാൻ സമർപ്പിക്കുക ലോകത്തിന്റെ നിയമമാണ്, ശരിയാത്തിന്. വസ്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാന. സൂറത്തുൽ മാഇദ 27-ാമത്തെ വചനം. ഈ ഖുർബാനൊക്കെ സമർപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഒരു പ്രാർത്ഥന നടത്താൻ വേണ്ടിയാണ്. ഒരു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഖുർബാൻ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ. ഇതുവരെ പറഞ്ഞ ഖുർബാന. ഇനി ആവശ്യം പറയുന്നത് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു നമുക്കത് തരട്ടെ. എന്നതുപോലെ 5 ഖുർബാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഖുർബാൻ. ഏതാ പ്രാർത്ഥന? പരിശുദ്ധമായ ഫാത്തിഹയുടെ ഏറ്റവും മർമ്മമാണിത്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഖുർബാൻ കൊടുത്തത്. അതൊക്കെ മുഖദ്ദിമാത്താണ്. നേരത്തെ പറഞ്ഞത് ഇതാണ് അടിസ്ഥാനം. അബ്ദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് തരണേ. നമ്മൾ ചലോണം ചിന്തിക്കുക. ഇത് ഉമ്മുൽ അദ്ഇയത്താണ്, പ്രാർത്ഥനകളുടെ ഉമ്മ. ഒരുപാട് പ്രാർത്ഥന ഖുർആനിലുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എന്നാൽ അതുപോലെയൊന്നുമല്ല, ഇത് ഉമ്മുൽ അദ്ഇയത്താണ്, പ്രാർത്ഥനകളുടെ മാതാവാൻ. എന്തുകൊണ്ട്? ഇത് ഉൾക്കൊള്ളുന്ന അധ്യായം ഉമ്മുൽ ഖുർആനാണ്. അപ്പോൾ ഇത് ഉമ്മുൽ അദ്ഇയത്താണ്. ഒരാൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എന്തുകൊണ്ട് ഒരാൾ എന്ത് പ്രാർത്ഥന പറഞ്ഞാൽ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം, എങ്ങോട്ട് ശ്രദ്ധിക്കണം. പ്രാർത്ഥന എന്നാൽ ആവശ്യമാണ്. ആവശ്യം ഏറ്റവും പരമപ്രധാനമായതെന്താ? ഞാനിവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്നു, ഒരുപാട് സൗകര്യം എനിക്ക് വേണം. എന്നാൽ ഏറ്റവും അത്യാവശ്യമായ സൗകര്യം പ്രസംഗിക്കാൻ കഴിയലാണ്. എനിക്കൊരു ചെയറിട്ട് തന്നു. ഇന്ന് ചെയറില്ല എന്ന് പറഞ്ഞു, നിൽക്കണം എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയർ എടുക്കാൻ വേണ്ടി വന്നതല്ല. എന്റെ വീട്ടിൽ ഇതുപോലത്തെയോ ഇതിനേക്കാൾ നല്ലയുള്ള ചെയർ വാങ്ങാൻ എനിക്കൊക്കെ കഴിയും. അപ്പൊ ചെയറിന്റെ ലക്ഷ്യമല്ല. ഒരു മേശയില്ല എന്ന് പറഞ്ഞു, മേശയില്ലാതെ പ്രസംഗം കുഴപ്പമൊന്നുമില്ല. സാധാരണ ചായ കുടിക്കാൻ ചീരകവെള്ള ചായ എന്ന് ചോദിക്കാറുണ്ട് വേറെ നിന്നാൽ. ഏതായാലും ഇപ്പൊ 11 ദിവസം ആരും അത് ചോദിച്ചിട്ടില്ല. അങ്ങനെയാണ്. അതിന് കുഴപ്പമില്ല, അതിന് നേരമല്ല, അതിനും പ്രശ്നമില്ല. നേരെ മറിച്ച് നോക്കൂ നിങ്ങൾ. ഒരാൾ പറഞ്ഞു ഇന്നിവിടെ പ്രസംഗിക്കാൻ പറ്റൂല മൗലവീൻ. അത് വലിയ വിഷമാണ്. എല്ലാം ചെയ്തെന്നു. പ്രസംഗിക്കാൻ വന്നവന് ബിരിയാണി കൊടുത്തു, എല്ലാം ചെയ്തു, പക്ഷെ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല. അത് അക്രമമാണ്. ബിരിയാണി കൊടുത്തില്ലെങ്കിൽ മര്യാദക്ക് കമ്മിയുള്ളൂ എന്നതുപോലെ. എന്തുകൊണ്ടെന്നാൽ ഒരു രംഗത്തേക്ക് ഒരാൾ എന്തിനു വേണ്ടിയാണോ ആഗതനായത് അതാണ് അയാളുടെ പ്രധാന ആവശ്യം. കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായില്ല, കുഴപ്പമൊന്നുമില്ല. എല്ലാം കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അതിലൊന്നും കുഴപ്പമില്ല. ഒക്കെ ഉണ്ടാവാതിരിക്കും. എന്നാൽ അതൊക്കെ ആവശ്യമാണ്, പക്ഷെ അത് പരമപ്രധാനമല്ല. എന്നാൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ഇത് പരമപ്രധാനമായ ആവശ്യം. എന്നുകൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉദയം കൊള്ളത് അവന്റെ രംഗവേദിയായി തീർന്നത്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്
ഹിദായത്തിന് വേണ്ടിയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹിദായത്ത്. അതുകൊണ്ടാണല്ലോ ആരാധനകളൊക്കെ പിന്നെയാണ് ഖുർആൻ പറഞ്ഞത്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അങ്ങനെ പറഞ്ഞത്. ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ വീട്ടിന്റെ മുന്നിൽ നിർത്തിയിട്ട ബസ് കട്ടുകൊണ്ടുപോയവനല്ല, അത് ഇൻഷൂർ കമ്പനി പകരം കൊടുക്കും. ലോകത്തെ ഏറ്റവും വലിയ കള്ളനാരാ? തുംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ അലം അഅദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദുശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ അഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലം തകൂനൂ തഅഖിലൂൻ ഹാദിഹി ജഹന്നം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു പിശാചാണ്. എന്തുകൊണ്ട്? പിശാച് സൈക്കിൾ കട്ടുകൊണ്ടുപോകുന്നവനല്ല, പിശാച് ഹിദായത്ത് കട്ടുകൊണ്ടുപോകുന്നവനാണ്. സൈക്കിൾ പ്രശ്നമല്ല, ഹിദായത്ത് വിഷയം. നല്ലോണം ചിന്തിക്കണം, നല്ലോണം മനസ്സിലാക്കണം. അള്ളാഹു നാഫിയായ നേരായ റൂട്ടിൽ ചിന്തിക്കണം മനുഷ്യന്റെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഹുദൽ ലിൽ മുത്തഖീൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഹിദായത്തിന് വേണ്ടിയാണ് ഖുർആൻ വന്നിട്ടുള്ളത്. ഇൽമ കിട്ടുന്നതൊക്കെ ഒരാൾക്ക് ഒരു പ്രശംസനീയമായ കാര്യമൊന്നുമല്ല. ഇൽമ അത്ര പ്രശംസിക്കാവുന്ന കാര്യമൊന്നുമല്ല. ഹിദായത്തിന്റെ സബീലിലുള്ള ഇൽമ മാത്രമേ പ്രശംസനീയമാകൂ. എന്തുകൊണ്ട്? വസ്ലു അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു അശ്ശൈത്വാൻ ഫകാന മിനൽ ഗാബീൻ വലൗ ശിഅനാഹു ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ ഫമസലുഹു കമസലിൽ കൽബ്. ഇൽമ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇൽമ വലിയ കാര്യമാണെങ്കിൽ ഹബീബായ നബി ഇൽമിന് വേണ്ടിയല്ലേ ദുആ ചെയ്യേണ്ടത്? അങ്ങനെയല്ലല്ലോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. നാഫിഅ ഇൽമാണ്. എന്തിന് നാഫിഅ? ഹിദായത്തിന് നാഫിഅ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നല്ലോണം ചിന്തിക്കണം. ഹിദായത്തോ നീട്ടി പറയുന്നില്ല, നേരല്ല. ഒക്കെ 12 മണിക്കൂർ പറയാനുണ്ട്, പറയുന്നില്ല. ഹിദായത്ത് കുട്ടികളെ ഹിദായത്ത് കിട്ടണം. ഹിദായത്ത് കിട്ടണം. എല്ലാവർക്കും ഉണ്ട് ഹിദായത്ത് കിട്ടണം. പക്ഷെ എവിടെ കിട്ടും എന്നറിയില്ല. ഹിദായത്ത് കിട്ടണം. അല്ലാഹു തരട്ടെ. ഇരുട്ടിൽ കരിമ്പൂച്ചയർത്തപ്പുന്ന സംഘടനാ നേതാക്കന്മാർ കോഴിക്കോട്ടുണ്ട്. ഹിദായത്ത് എവിടെയാ കിട്ടുന്നത് എന്ന് ചിന്തിച്ച് ഓടി നടക്കുന്ന ആളുകളുണ്ട്, പ്രവർത്തകന്മാരുണ്ട്. ഹിദായത്ത് ലഭിക്കുന്നത് വഴിയിൽ മാത്രമാണ്. ഹിദായത്ത് വഴിയിൽ മാത്രമേ